റഷ്യയും അതുപോലെ തന്നെ ഇറാനും പരസ്പരം സഹകരണത്തിൻ്റെ പാതയിൽ, അതും ഉഭയകക്ഷി ചർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മേഖലയിൽ കൂടുതൽ സഹകരിച്ചു കൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. നമുക്കറിയാം, ഇരു രാജ്യങ്ങളും പോർമുഖത്താണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനെ കീഴടക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപ്രധാനമാണ്. ഇപ്പോൾ തന്നെ ഫ്രഞ്ച് ഫൈറ്റർ ജെറ്റ് റഷ്യ തകർത്തിട്ടിരിക്കുകയാണ്. ഉക്രൈൻ്റെ ഏറ്റവും വലിയ സ്റ്റോക്കുകളിൽ ഒന്നായിട്ടുള്ള ഫൈറ്റർ വിമാനങ്ങൾ റഷ്യ ശക്തമായി അടിച്ച് തള്ളിയിടുമ്പോൾ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നഷ്ടത്തിലേക്ക് തന്നെയാണ്. യൂറോപ്യൻ യൂണിയൻ്റെ സഹായമില്ലെങ്കിൽ ഉക്രൈന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഉക്രൈൻ്റെ ഈ വലിയ പോരാട്ടമൊക്കെ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ, വലതുപക്ഷ മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്നതല്ലാതെ യഥാർത്ഥത്തിൽ റഷ്യയുടെ മുമ്പിൽ ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത രാജ്യത്തിന് ഇത്രയധികം ആയുധങ്ങൾ സപ്ലൈ ചെയ്ത് അവരെ എല്ലാ തരത്തിലും റഷ്യക്കെതിരെ തിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, സോവിയറ്റ് യൂണിയനെ തകർത്തുകൊണ്ട് മിഖായൽ ഗോർബച്ചേവ് അടങ്ങുന്ന കുലംകുത്തികൾ എങ്ങനെയാണ് റഷ്യയെ തകർത്തത്. ഇന്നീ കാണുന്ന റഷ്യ എന്നത് പഴയ സോവിയറ്റ് യൂണിയൻ എത്രത്തോളം ശക്തമായിരുന്നു. അമേരിക്കയുടെ വെല്ലുവിളികളെയൊക്കെ നിഷ്പ്രയാസം തകർത്തെറിയാൻ കഴിയുന്ന ശേഷി ഉണ്ടായിരുന്ന രാജ്യമാണ് റഷ്യ. എന്നാൽ ഇപ്പോഴും റഷ്യക്ക് ആ ഒരു ശേഷിയിൽ യാതൊരു കുറവുമില്ല എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. റഷ്യയെ സംബന്ധിച്ചിടത്തോളം പുടിൻ്റെ നിലപാട് ഏകപക്ഷീയമാണ്. പുടിൻ US ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള നെഗോസിയേഷൻസിനും വഴങ്ങിക്കൊടുക്കാത്ത ഒരാളാണ്. അതിനെ കീഴ്പ്പെടാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് പുടിനെ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേൽ അടക്കമുള്ള പല രാജ്യങ്ങളും ഒന്ന് അടുപ്പം കാണിക്കാൻ പോലും ഭയപ്പെടുന്നത്. കാരണം അത്രയേറെ റിസർവ്ഡാണ്. എന്നാൽ തൻ്റെ ഉറ്റ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും പുടിൻ നിലപാടിൽ ശക്തമായ നീക്കങ്ങൾ വരുത്തും. അതിൻ്റെ ഉദാഹരണമാണ്, ഉത്തമ ഉദാഹരണമാണ് ഇറാൻ്റെ പ്രോക്സി ഫോഴ്സുകൾക്ക് പോലും റഷ്യ കൊടുക്കുന്ന സൈനിക സഹായം. ഇപ്പോഴത്തെ റഷ്യയ്ക്കൊരു അത്യാപത്ത് വരുമ്പോൾ അവിടെയും ഇറാൻ്റെ പ്രോക്സി ഫോഴ്സുകൾ റഷ്യയ്ക്ക് വേണ്ടി നിൽക്കുന്നു. റഷ്യയെ സഹായിക്കാൻ കിട്ടിയ ഒരു സുവർണ അവസരമായി തന്നെയാണ് ഒരുപക്ഷെ ഇറാൻ്റെ പ്രോക്സി ഫോഴ്സുകളായ യമനിലെ ഹൂതി വിമതരും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അവരവരുടേതായ മേഖലകളിലേക്ക് മാത്രം ചുരുങ്ങി ഇത്രയും നാളും ഇറാൻ്റെ പ്രോക്സി ഫോഴ്സായി നിന്നവർ ഒരുപക്ഷെ റഷ്യയിലേക്ക് സൈനിക സഹായമൊന്നും നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളിലും ഒപ്പം നിൽക്കാൻ തയ്യാറാവുകയാണ്. ഒരുപക്ഷെ അത് യൂറോപ്യൻ യൂണിയനെ വല്ലാതെ ചൊടിപ്പിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ്. നമുക്കറിയാം, ഇസ്രയേലിനോട് സ്നേഹം കൊണ്ടല്ല യൂറോപ്യൻ യൂണിയൻ പല കാര്യത്തിലും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത്. ഇസ്രയേലിനോടുള്ള പ്രതിഷേധം കാരണമാണ് ഹൂതി വിമതർ ചെങ്കടലിൽ ഇപ്പോഴും യൂറോപ്യൻ യൂണിയൻ്റെ പല കപ്പലുകളും തകർക്കുന്നത്. അതേ അംഗരാജ്യങ്ങളുടെ പല കപ്പലുകളും ചരക്ക് ഗതാഗതവും സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്കാണ് യമനിലെ ഹൂതി വിമതർ നടത്തുന്നത്. എന്നാലും റഷ്യയെ എല്ലാ രീതിയിലും സഹായിക്കാൻ ഹൂതി വിമതർ കാണിക്കുന്ന വലിയ മനസ്സിന് പുടിൻ നന്ദി പറയുകയാണ്.